റോമ 10:12 ഇങ്ങനെയാണ്: കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ സമ്പത്ത്? ദൈവത്തിൻ്റെ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതിനേക്കാളും വലിയ ദാനങ്ങളൊന്നുമില്ല. ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈശോ കൃത്യമായി പറയുന്നുണ്ട്: സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതായത് ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അതൊന്നുമല്ല നമ്മൾ ചോദിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. കാരണം ആത്മാവ് വന്നു കഴിയുമ്പോൾ നിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും മാറുന്നത് ആത്മാവ് വന്നു കഴിയുമ്പോഴാണ്. എല്ലാ ഭയങ്ങളും ഒഴിവാകുന്നത് ആത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതായത് എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ആത്മാവിന് വേണ്ടി ദാഹിക്കുക, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. കാരണം ആത്മാവ് നയിക്കുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. പരിശുദ്ധാത്മാവിനോട് ദാഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.